എൻ്റെ മക്കളുടെ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു, നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനകോടികളെ അനുഗ്രഹിച്ച സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനലക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കണ്ണീർ തുടച്ച സ്ഥലം. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട്, നിന്റെ പരിപാലനെ ഓർത്തുകൊണ്ട്, എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ഈ നിമിഷം എന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓ ഈശോയെ, ദിവ്യ ഈശോയെ അങ്ങയുടെ കരങ്ങളിലെ പൂർണ്ണമായി നൽകിക്കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും, ഞാൻ അങ്ങയെ ആരാധിക്കും, എനിക്ക് നന്ദി പറയുന്നു. ഓ നന്ദി ഈശോയെ, ഓ ആരാധന, ഓ ദൈവമേ, ഓ സത്യമേ, ഓ സ്നേഹമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ബെർക്കിംഗ്ഹാമിൽ ഒരു ധ്യാനം നടത്തി. ആ ധ്യാനം നല്ല ശക്തമായ അഭിഷേകമുള്ള ധ്യാനമാണ്. 12,500 പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്ത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റെയിൽസ്ഫോർഡിൽ വന്ന് ധ്യാനം നടത്തി. സ്റ്റെയിൽസ്ഫോർഡ് ഒരു വലിയ ആശ്രമമാണ്, 10 ഏക്കറുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബന്ധിഞ്ഞ് കൊടുത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ആ പുഴയുടെ ഓരങ്ങളിലെല്ലാം നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അവിടെ 700 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല അകലയിൽ നിന്നൊക്കെ വരണമായിരുന്നു ആൾക്കാർ. 700 പേര് മതിയായിരുന്നു ശരിക്കും. അതൊരു പള്ളിയാണ്. പക്ഷേ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. മറ്റത് സ്റ്റേഡിയത്തിലാണ് നടത്തിയത്, ഇതൊരു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിലാണ് നടത്തിയത്. ഇതിൻ്റെ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനേക്കാളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വചനങ്ങളെല്ലാം മാറി, വചനങ്ങളുടെ രീതികൾ, പ്രസൻറ്റേഷൻ്റെ രീതികൾ മാറി, ആൾക്കാരുടെ അനുഭവതലങ്ങൾ മാറി, അഭിഷേക ലെവൽ മാറി, മൊത്തം മാറി. അതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് ദൈവം നൽകിയ, രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി വന്നിരിക്കുന്നത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സഡൻ ഉടമ്പടി വന്നതല്ല. ഇപ്പം നവീകരണ ധ്യാനം എന്നുണ്ട്, അത് ജീവിതം നവീകരിക്കാനുള്ളതാണ്. വളർച്ചാ ധ്യാനമുണ്ട്, വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാനുള്ളതാണ്. ആന്തരിക സൗഖ്യദാനമുണ്ട്, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികളെല്ലാം സുഖപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ജീവനുള്ള ജീവിതം, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ്, പ്രാർത്ഥനാനുഭവ ധ്യാനമുണ്ട്, തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ളതാണ്. പിന്നെ എന്താണ്, വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഉടമ്പടി ധ്യാനമുണ്ട്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള വലിയ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് പിതാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉടമ്പടി ധ്യാനം എന്തിനുള്ളതാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. ഇപ്പം ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയാണ് വാഗ്ദാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് പഴയത് ഞാൻ ആവർത്തിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് ബോറടിക്കരുത്. പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലോ. ആദ്യമായിട്ടും കൃപാസനത്തിൽ വന്നിരുന്ന് കൈപോക്കിക്ക് കുറച്ച് പേരുണ്ട്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഞാൻ പഴയ സിലബസ് ഞാൻ മനഃപൂർവ്വം എടുക്കണമല്ല, കർത്താവ് ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ ഓരോരോ സാധനം പറയിപ്പിക്കണതാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അനുദിന ജീവിതവും നിത്യജീവിതവും അതിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയും അത് പുഷ്കലമായിട്ട് വളരുന്നതിന് വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഒരു ക്യാപ്സ്യൂളാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഫോർമുല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു കുഴപ്പം, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോൾ പ്രാപിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ടൈം കണ്ടന്റ് അഡ്രസ്സ് ചെയ്യണില്ല. വൈ വി കെയിം ടു ദിസ് മരീൻ കവനൻ്റ്, അതായത് കവനൻറ്റിൻ്റെ അത് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ? എബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ഓക്കെ. പക്ഷേ എബ്രാഹത്തിന് സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹം വയസ്സായിപ്പോയി. ഇസഹാക്കിൻ്റെ കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അതാണ് ഈ ആൾക്കാർ 20 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാതെ വരും. കല്യാണം താമസിച്ചതിനെ പറ്റും. ചിലരൊക്കെ 40 വയസ്സിലേക്കാണ് കല്യാണം കഴിക്കേണ്ടത്. വരട്ടെ, ജോലി കിട്ടട്ടെ എന്ന് പറയും. നീട്ടിക്കൊണ്ടുപോയി 40-ാം വയസ്സിൽ കല്യാണം കഴിക്കും. 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 55 വയസ്സാവും. അവൻ PDCയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ നിര വരും. അവൻ പറയും, അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും. എന്താണ് ഈ വല്യമ്മ എന്തിനാ കോളേജിൽ വരണമെന്ന്? കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ അമ്മമാരെ വരുമ്പോൾ വല്യമ്മ നരച്ച് വരേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഡ്രസ്സില്ല ചോദിക്കും. അപ്പോൾ താമസിക്കണത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം താമസിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങളെ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ്, ദൈവ പദ്ധതിയാണെന്ന് അറിയത്തില്ലേ. സ്വന്തം പദ്ധതിയാണത്. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ. അപ്പം അതിൻ്റെ പേരിലാണുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്ന മോശസിനോട് പറയും, വാഗ്ദാനം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്നാരോട് പറഞ്ഞ്? മോശസിനോട് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി. അല്ല, അതല്ല സംഭവിച്ചത്. വാഗ്ദാനത്തിൽ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന വാഗ്ദാനം നേട്ടത് ചെല്ലും, ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ 40 കൊല്ലം എടുത്തപ്പോൾ മോശസ് വയസ്സായിപ്പോയി. വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം, അത് ടൈം ബൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. ഇപ്പം ഇത്തിരി പറയുക, ചൂടോടെ കഴിക്കണമെന്ന് പറയത്തില്ലേ, അല്ലേ? ആറിപ്പോയി കഴിഞ്ഞാൽ വളിച്ചു പോകും. ടൈം നിസ്സാര കാര്യമല്ല. ടൈം ഒരു സീരിയസ് വിഷയമാണ്. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനെയാണ് മരീൻ കവനൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ പേര് രേഷ്മ അനു. ഞാൻ 25/6/2022 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി പുതുക്കിയ ഞാൻ ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുകയാണ്, ഒരു സിസ്റ്റ് കണക്ക് എന്തോ ഒരു സംഭവം ഞാൻ കാണുകയാണ്. അന്നേരം എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ അന്നേരം ഉടമ്പടി നിയോഗത്തിൽ വെച്ചത്, മാതാവ് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മ തന്നെ എടുത്ത് മാറ്റണമെന്നായിരുന്നു വെച്ചത്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി.
ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൽ നല്ല പെയിൻ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ടാബ്ലറ്റ് എന്തെങ്കിലും കഴിച്ചാൽ മാറും, അങ്ങനെയാണ് വിചാരിച്ചത്. അന്നേരം ഡോക്ടറിനെ കണ്ടപ്പം അന്നേരം ഡോക്ടർ പറഞ്ഞു പിറ്റേന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, ഞാൻ ചെറിയ കാര്യങ്ങളിൽ പോലും ഡെസ്പാവുന്ന ഒരാളായിരുന്നു. ഒരു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്തോ ഒരു ധൈര്യത്തോടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഒരു ഡോക്ടറിനെ കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു സർജറി പറഞ്ഞു. അടുത്ത വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവിടെ പറഞ്ഞു നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നാലും സർജറി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു സർജറി തന്നെ പറഞ്ഞു. അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറിക്കായിട്ട് തയ്യാറെടുത്തു. അങ്ങനെ സർജറി കഴിഞ്ഞു. റിസൾട്ട് ഞാൻ ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നു. ആ സമയത്ത് ബയോപ്സിക്ക് അയക്കുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അമ്മ ഒരു കുരിശ് വരച്ചിട്ടാണ് ബയോപ്സിക്ക് റിസൾട്ട് അയക്കുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഉറച്ച് വിശ്വാസത്തിലായിരുന്നു ഞാൻ ICU കിടന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബയോപ്സിയുടെ റിസൾട്ടിന് അയച്ചപ്പോഴത്തേക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ബയോപ്സിയിൽ കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്. ഞാൻ മാതാവിന് കൂടി നന്ദി പറയുന്നു. ഈ സിസ്റ്റിൻ്റെ സമയത്ത് ഞാൻ വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് വരുന്നത്, ആദ്യം ഞാൻ കരുതി എനിക്കിത് പ്രാർത്ഥിച്ചാൽ മാറും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ബൈബിൾ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുന്നത് നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. ഈ വചനമായിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത്. അന്നേരം ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു, ദൈവം ഇത് തന്നെയാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, സർജറിയിലൂടെ തന്നെ നീക്കം ചെയ്യണം. അങ്ങനെ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകുന്ന മാതാവിന് ഞാൻ കൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്ത എൻ്റെ നിയോഗമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും, ഞാൻ പെട്ടെന്ന് കരയും. അത് മാത്രമല്ല, എൻ്റെ ടെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇടത്തെ കയ്യിൽ നിന്ന് ചെറിയൊരു പെരുപ്പണക്ക് തോന്നും. പിന്നെ അത് എൻ്റെ മൈൻഡിൽ ഇതാവും, എൻ്റെ തലയെ ബാധിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് ബോധം കാണത്തില്ല. പിന്നെ അവിടെ നടക്കുന്നത് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് 4.5 വർഷമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. 3 നേരം മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് പുറത്ത് എൻ്റെ നാട്ടിലുള്ളവർക്കാവട്ടെ ബന്ധുക്കൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലരും ചോദിക്കാറുണ്ട്, നീ പഠിക്കാൻ പോകുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ലേ? പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പയ്യെ എൻ്റെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം എനിക്ക് വരുന്നില്ലായിരുന്നു. അന്നേരം എനിക്ക് തന്നെ തോന്നി എനിക്കത് മാറ്റമുണ്ട്. അന്നേരം പോയി EG ഒന്നും കൂടെ റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്തതിൽ അതിലെനിക്കൊരു കുഴപ്പവും ഇല്ല, എല്ലാം നോർമലായി. എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ തലകറക്കവും വന്നിട്ടില്ല, അബോധാവസ്ഥയിൽ ആ പ്രശ്നവും വന്നിട്ടില്ല. എനിക്ക് എല്ലാം നോർമലായി മാറി. മാതാവിന് ഈശോയ്ക്കും കൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പപ്പായ്ക്ക് കടബാധ മൂലം വീട് വിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു വീടില്ലായിരുന്നു. 5 വർഷമായിട്ട് പപ്പ വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ഞാൻ ഒരു നിയോഗം വെച്ചത് പപ്പായ്ക്കൊരു വീട് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് 6 മാസത്തിന് ശേഷം ഉടനെ തന്നെ പപ്പായ്ക്ക് വീട് നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഞാൻ ഒരു വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വീടിന് പെർമിറ്റിന് വേണ്ടി കുറേ നാൾ സമയമെടുത്തു. ഞാനാണെങ്കിൽ 1.5 വർഷത്തോളം അതിനെ അപേക്ഷിച്ചു, എനിക്ക് കിട്ടിയില്ല, നടന്നില്ല. അങ്ങനെ ഞാൻ ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഉടമ്പടി എടുത്ത് 4ാമത്തെ ദിവസം എനിക്ക് പെർമിറ്റ് കിട്ടി. എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. മാതാവിന് ഈശോയ്ക്കും കൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ വേറെ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം
മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് വേറെ വീടുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് 2 പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റിനും കാടാണ്. അന്നേരം ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ട്. അന്നേരം ഒരു ദിവസം ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമായിരുന്നു. മതിൽക്കെട്ടാണെങ്കിലും വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുവാണ്. രാത്രി ഏകദേശം ഒരു 2 മണിയായി കാണും. ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു മാവ് നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്തൂടെ ഒരു പാമ്പ് പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. പെട്ടെന്ന് ഞാൻ എണീറ്റിട്ട് മാതാവ് എന്താണിത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, വെറുതെ എനിക്ക് തോന്നിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂം ചെയ്തോ അങ്ങനെയൊന്നും നോക്കിയില്ല. അന്നേരം അങ്ങനെ പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഡോറ് തുറന്ന് ലൈറ്റ് ഓഫ് ചെയ്തോ എന്തോന്ന് അറിയാൻ വേണ്ടി ഡോറ് തുറന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ ഞാൻ കാണുന്നത് ഞാൻ രാത്രി സ്വപ്നത്തിൽ കണ്ട ആ സ്ഥലത്തോട് തന്നെ പാമ്പ് പോകുന്നതാണ്. ഞാൻ രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ കാണുന്നത്. അത് പോകുന്നത് ഒരു പോച്ചയൊക്കെ നിൽക്കുന്ന പുല്ലൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു. രാവിലെ ഞാൻ ചെന്ന് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാനത് നോക്കാതെ മാതാവ് എനിക്ക് മുൻകൂട്ടി കാണിച്ചത് തന്നണക്കാണ് എനിക്ക് അത് അന്നേരം തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ പോയി അത് വൃത്തിയാക്കും, ഉറപ്പായിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ മറ്റേ സമിതി പിന്നെ അനാഥാലയങ്ങൾ അങ്ങനെയൊക്കെ സന്ദർശിച്ച് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനമായിട്ട് ഞാൻ ആദ്യകാല സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാനൊരു പള്ളികളിലും കുരിശടികളിലും എല്ലാം കൊണ്ടുവയ്ക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ കയ്യിൽ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് തന്നത് എനിക്ക് കൃപാസനം പത്രത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ ചെയ്യുന്നത് ഈ മിസ്റ്റേക്ക് തന്നെയല്ലേ, അവർ കളക്ട് ചെയ്യുന്നത് പള്ളികളിലും കുരിശടികളിലും എല്ലാം വെക്കുന്ന പത്രങ്ങളാണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമം തോന്നി. അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രങ്ങൾ വീടുകൾ തോറും കൊണ്ടു കൊടുക്കും. പിന്നെ അത് മാറി ഞാൻ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ പല സ്ഥലത്തും പത്രങ്ങൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഇത്ര പിന്നെ കുമ്പസാര 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരയ്ക്കും എനിക്ക് ഞായറാഴ്ചകളിലെല്ലാം കുർബാനയ്ക്ക് കൂടാറുണ്ട്. പറ്റുന്ന സമയത്തുകളെല്ലാം കുർബാനയ്ക്ക് കൂടാറുണ്ട്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടന്ന സമയത്ത് ഓൺലൈനായിട്ടായിരുന്നു എനിക്ക് കുർബാന കൂടാൻ പറ്റിയിരുന്നത്. അല്ലാതെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകുന്ന കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശോപ്പച്ചനും അമ്മ മാതാവിനും 1000 നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ 1 തീയതി 2023 ഇതെൻ്റെ 2ാം സാക്ഷ്യമാണ്. ഇത് എൻ്റെ അനിയൻ്റെ വൈഫും കൊച്ചുമാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഇവർ സിനിമോള്, മോൻ എയ്ഡൻ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. സിനിമോള് പ്രഗ്നൻ്റായി 4ാം മാസത്തിൽ അവൾക്ക് കഠിനമായ വയറുവേദനയും നടുവേദനയും തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഇവർ വിദേശത്താണ്, ജർമ്മനിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവരുടെ ഫുൾ ചെക്കപ്പ് ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നും അതുമാതിരി തന്നെ ഓവറിയിൽ 8 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവരാന്ന് വെച്ചാൽ അവിടെ ഒറ്റയ്ക്കുള്ളൂ, അനിയനും വൈഫും മാത്രമേ ഉള്ളൂ, അടുത്ത ആരും ഇല്ല. പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അകലെയാണ്. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവരും മാനസികമായിട്ടും ആകെ വിഷമത്തിൽ. അനിയനാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ വരുന്ന ആളാണ്. ഒരു ഇഞ്ചക്ഷൻ കണ്ടാൽ വരെ പേടിക്കും, പെട്ടെന്ന് തല ഇറങ്ങി വീണ ആളാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മളോടത് പറഞ്ഞപ്പോൾ നമുക്കാകെ വിഷമമായി. പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്മ മാതാവ് തന്നെയാണ്. ഞാൻ പണ്ടും ഇതുമാതിരി ഉടമ്പടി പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടാറ്. അങ്ങനെ അവരുടെ അപ്പച്ച എന്നോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അമ്മ മാതാവ് കൂടെയില്ലേ, അവരും അവരുടെ കുടുംബവും ഉടമ്പടി എടുത്തിട്ടുള്ള വീട്ടുകാരാണ്. അങ്ങനെ ഞാൻ
ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും അതുമാതിരി തന്നെ ഇവളുടെ വയറാണ് എൻ്റെ വയറെന്ന് കരുതി ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ വെഞ്ചരിച്ച തൈലും പുരട്ടുമായിരുന്നു, പിന്നെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മ മാതാവേ, നീ സഞ്ചാരി മാതാവല്ലേ, നിനക്കല്ലേ അവിടെ ചെന്ന് എല്ലാം ചെയ്യാൻ പറ്റൂ, ഇത്ര ദൂരം ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെല്ലാൻ പറ്റില്ല, നീ സഞ്ചാരി മാതാവണമെങ്കിൽ അവിടെ ചെന്ന് അതിനുള്ള എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം, നീ എനിക്ക് സാക്ഷ്യങ്ങളിലൂടെയല്ലേ എനിക്ക് ഉത്തരം തരാറ്, അതുമാതിരി തന്നെ നാളെ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ എനിക്ക് ഇവളുടെ ഇപ്പോഴുള്ള ഈ കണ്ടീഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാക്ഷ്യമായിരിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഈ സാക്ഷ്യത്തിൻ്റെ ആ ഒരു ടൈമായപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഇതുമായി തന്നെ ഇവളുടെ എന്തോ ഒരു കണ്ടീഷൻ അത് തന്നെ ആ ചേച്ചിയും പറഞ്ഞത്. അതായത് ആ ചേച്ചി പ്രഗ്നൻ്റായി 4-ാം മാസത്തിൽ ആ ചേച്ചിക്ക് PCOD പ്രശ്നം മൂലം ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവർ പറഞ്ഞു സിസ്റ്റ് ഉണ്ട്, ഇതുമാതിരി തന്നെ നല്ല വലുപ്പമുള്ള സിസ്റ്റാണ്, പിന്നെ ഓവേറിയൻ ടോർഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഓവറി തിരിഞ്ഞു പോയൊരവസ്ഥ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കൺസേൺ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് ഓപ്പറേഷന് ഇങ്ങനെ ഇത്തിരി സമയമുള്ള മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് ബാത്റൂമിൽ കയറിയോളം പറഞ്ഞു. ആ ചേച്ചി വാഷ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ചതിന് സമയത്ത് സോപ്പ് താഴെ വീണു കയ്യിൽ നിന്ന്. അതൊന്ന് എടുക്കാൻ നിന്നപ്പോഴേക്കും ചേച്ചിക്ക് ഭയങ്കര വേദനയായി. അങ്ങനെ ചേച്ചി പിന്നെ എനിക്കിപ്പോൾ ചേച്ചിക്ക് വേദന ഇല്ല. പിന്നെ എന്താ പറയുക, ഡോക്ടർ വേദന ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചേച്ചി പിന്നെ സാധാരണ നോർമലായിട്ട് ഡെലിവറി ആയി. പിന്നെ അതുമാതിരി ആ സിസ്റ്റ് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഞാൻ കണ്ടത്. ഈ ഒരു അവസ്ഥ തന്നെയാണ് സിനിമോൾക്കും വന്നത്. അവരവിടെ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ എമർജൻസി ഓപ്പറേഷൻ വേണം, കൺസേൺ സൈൻ വരെ ഇവർ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അങ്ങനെ ഈ സാക്ഷിയൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഇവർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായി. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അവൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വേദന പതക്കെ കുറഞ്ഞ് വന്നു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഓക്കെ ഡിസ്ചാർജ് ആക്കി, ഇനി എപ്പോഴെങ്കിലും ഇതുമാതിരി വേദന വരാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം പിന്നെ വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 8 മാസമായപ്പോൾ അവൾക്ക് ഇതേമാതിരി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് ഭയങ്കര ഇടിപ്പ് കൂടി. അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ഹാർട്ടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും നമ്മളോട് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇതുമാതിരി തന്നെ പ്രാർത്ഥിച്ച് ഇതുമാതിരി തന്നെ അമ്മമാരോട് മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിച്ച് തൈലം നമ്മൾ നെഞ്ചത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, നമുക്കിത് മെഡിസിനോട് മാറ്റാമെന്നുള്ളൂ എന്നും പറഞ്ഞ് വിട്ടു. ആ സമയത്ത് ഇവിടുന്ന് സിനിമകളുടെ പപ്പയും മമ്മിയും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവർ ഉടമ്പടി എടുത്തിട്ടാണെന്നാണല്ലോ. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഉടമ്പടി തൈലവും വെഞ്ചിരിച്ച ഉപ്പും തേനും ഒക്കെ എന്നും കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡെലിവറിയുടെ സമയമെടുത്തു. ഡെലിവറിയുടെ തൊട്ട് മുമ്പ് ഷുഗറും കൂടി ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഇൻസുലിനും കുത്തിവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കോംപ്ലിക്കേഷനാണ്, നമുക്ക് ഒന്ന് ആ ഡെലിവറിക്ക് മുമ്പുള്ള ആ ഒരു ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ട്, അതിനൊരു മാറ്റമില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്തായാലും ആ സിസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ആ സിസ്റ്റ് വലുതായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓവറിയും കൂടിയും റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് കയറ്റി. അവർ പറയാണ് അങ്ങനെ ഓപ്പറേഷനൊക്കെ കയറ്റി തിരിച്ചു വന്നപ്പോൾ അവർ പറയാണ് ഞങ്ങൾ തൊട്ട് മുൻപ് കണ്ട ആ സിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ എന്താ പറയുക സിസ്റ്റും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല, ഓവറിയും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല. ഇത് ഭയങ്കര ഒരു ഇത് തന്നെയാണെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ വേഗം തന്നെ നമുക്ക് എന്തായാലും അങ്ങനെ പറഞ്ഞാലോ, എന്നാലും നമുക്കൊരു കൺഫേമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ആ സ്കാനിങ്ങിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സിസ്റ്റം ഒന്നും കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുമാതിരി തന്നെ ഈ സാക്ഷ്യങ്ങൾ നമ്മളെല്ലാവരും കേൾക്കണം. കാരണം സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത്രയും വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്തായാലും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൂടിയൊന്ന് മാക്സിമം എൻ്റെ കയ്യിൽ 2 ദിവസം ഇരിക്കുള്ളൂ. എനിക്കത് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് അത്. ഞാനത് അങ്ങനെ തന്നെ എല്ലായിടത്തും, അതിപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും പിന്നെ ബസ് സ്റ്റാൻഡിലും കടകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കടയിൽ എനിക്ക് അങ്ങനെ കയറേണ്ട ഒരു ആവശ്യമില്ല, പെട്ടെന്ന് അങ്ങോട്ട് കയറിയപ്പോൾ ഒരു ചേച്ചി വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് ആ കടയിൽ. ചോദിച്ചാൽ എന്താ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
ഒന്നുമില്ല മോളെ, ഈ പത്രം പിടിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ആദ്യം. എന്ന് പറഞ്ഞാൽ ചേച്ചി നമുക്ക് ഇതിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു ആലയമുണ്ട്, അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചേച്ചി. ചേച്ചിയുടെ എന്ത് വിഷമം അവിടെ പറഞ്ഞാൽ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രങ്ങൾ ഞാൻ പൊതുവെ എല്ലാവർക്കും കൊടുക്കാറ്. അങ്ങനെ കൊടുക്കേണ്ട ഇടയ്ക്ക് ആ ചേച്ചി പറഞ്ഞു, മോളെ എന്നെ ഒരാൾ പറ്റിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് പറ്റിച്ചത്. ഞാനൊരു കടയിൽ വർക്ക് ചെയ്തപ്പോൾ അവൾക്ക് കുറേ പൈസയ്ക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6 ലക്ഷം രൂപ ഞാൻ കൊടുത്തു മോളെ. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഞാൻ ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല. ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എന്തായാലും ഇതിന് ഉത്തരം ദൈവം തന്നിരിക്കും ചേച്ചി, എന്തായാലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ ചേച്ചി വേണ്ട എന്ന് പറഞ്ഞ പത്രം ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിർബന്ധമായും വാങ്ങിച്ച് അത് പിടിച്ചു. ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതാണ് ആ ചേച്ചി പറഞ്ഞത്. പിന്നെ അതുമാതിരി തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും പിന്നെ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുവാനും അതുമാതിരി ആത്മീയമായിട്ട് എനിക്ക് ഇത്തിരി പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തില്ല, അതൊക്കെ മാറി. പിന്നെ ബൈബിൾ വായിക്കുവാനും കൊന്തൊക്കെ ചില സമയത്ത് ഒരു മടി വരും നമുക്ക് എത്തിക്കാനൊക്കെ, അപ്പോൾ അതൊക്കെ കുറേ മാറിക്കിട്ടി. പിന്നെ ഇത്ര വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒന്നും കൂടി 1000 നന്ദി ഞാൻ പറയുന്നു.